ഇന്നലെ നമ്മൾ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു പ്രശ്നത്തിൻ്റെ ആദ്യ ഭാഗമാണ് പറഞ്ഞിരുന്നത്. അപ്പം ധാരണാപിശകുകൾ മൂലം അച്ഛനോ അമ്മയെ ശപിച്ചാൽ ഫലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അയാൾക്ക് അത്രയും ധർമ്മത്തിൻ്റെയും ധാർമ്മിക ജീവിതത്തിൻ്റെയും ഉപാസനയുടെയും ബലമുണ്ടെങ്കിൽ ഫലിക്കില്ല. പക്ഷേ ഒരിക്കലും മറ്റൊരാളെ ശപിക്കുന്ന വാക്കുകളും ചിന്തകളും നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. അതാണ് മുഖ്യം. ഒരിക്കൽ ഒരു കാരണവശാലും ഇരിക്കട്ടെ. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് ചില മാതാപിതാക്കൾ കുട്ടികളോട് നീ അനുഭവിക്കും, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാപാപം മഹാപാപം, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുതേ. ശക്തം പദം, പദം ശക്തമാണ്. പദത്തെ ശക്തി പിന്തുടരും. അതുകൊണ്ട് ഒരിക്കലും ലോകത്തിൽ ഒരാളെയും ശപിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരരുത്. അല്ലാതെ ദേഷ്യം പിടിച്ച ഒരു അടി കൊടുത്തോളൂ, ഒരു നുള്ളു കൊടുത്തോളൂ, ഒരു കുത്തു കൊടുത്തോളൂ, ഒരു ഇടി കൊടുത്തോളൂ, എന്ത് വേണമെങ്കിൽ ദുഷിച്ച വാക്ക് പറയരുത്. കാരണം വാക്കിൻ്റെ ശക്തി വളരെ വലുതാണ്. നമ്മളാരെങ്കിലും പരസ്പരം അടി അടിച്ചു എന്ന് വിചാരിച്ചോ, 2-3 മാസം തെറ്റി നടക്കും, പിന്നെ മെല്ലെ ലോഹിയാവും. ഞാനോട് ദേഷ്യം പിടിച്ച് അടിച്ചു പോയത് എനിക്കത് അങ്ങനെ അറിയാമെന്ന്, സാരമില്ല, പ്രശ്നം കഴിയും. പക്ഷെ ഒരു ദുഷിച്ച വാക്ക് പറഞ്ഞു പോയാൽ അത് നമ്മളിലുണ്ടാക്കുന്ന മുറിവ് ഒരു കാലത്തും ഉണങ്ങില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു മന്ത്രം കാണാതെ പഠിക്കണം. ജിഹ്വാമേ മധുമത്തമാ, അതാണ് മന്ത്രം. ജിഹ്വാമേ മധുമത്തമാ, എൻ്റെ നാവ് നല്ല മധുരമുള്ളതാകണേ, എൻ്റെ നാവ് നല്ല മധുരമുള്ളതാകണേ. അത് വെച്ചിട്ട് പഞ്ചസാരയോ തേനോ ശർക്കരയോ പുരട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ നല്ല മധുരമുള്ളതാവണം. ഇതായിരിക്കണം നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഒരിക്കലും ദുഷിച്ച വാക്ക് പറയരുത്. അപ്പോൾ ഒരിക്കലും മക്കളോടൊന്നല്ല, ആരോടും നീ അനുഭവിക്കും, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊന്നും പറയരുത്. പറഞ്ഞാൽ ഫലിക്കുമോ? ഫലിച്ചുണ്ടാകില്ല. എനിക്കൊരനുഭവമുണ്ട് വ്യക്തിപരമായിട്ട്. അതൊരു 30-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ്. ആശ്രമത്തിലേക്ക് ഒരമ്മയെ ബന്ധുക്കൾ കൊണ്ടുവന്നു. 30-ലധികം വർഷമായി. ഇവർ ഭ്രാന്തിയെ പോലെയാണ്. അങ്ങേയറ്റം വൈകാരികമായി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് വന്നത്. അവരെ സാന്ത്വനിപ്പിക്കാൻ കൂടെയുള്ളവർക്കൊന്നും കഴിയുന്നില്ല. എന്താ സംഭവം വെച്ചാൽ ഇവർക്കൊരു മകനേ ഉള്ളൂ, ഒറ്റ മകൻ. കുട്ടികളല്ലേ, കുസൃതി കളിക്കില്ലേ? കുട്ടികളാവുമ്പോൾ കുസൃതി കളിക്കണ്ടേ? കുസൃതി കളിക്കാൻ ഞാൻ കുട്ടികളാവുക? കുട്ടികളാണെങ്കിൽ കുസൃതി കളിക്കണം, ഉറപ്പായിട്ട്, നിർബന്ധമായിട്ട്. എത്ര വികൃതി കുട്ടികൾ കളിക്കണ്ടോ അത്രയും മികച്ചവരായിട്ട് അവർ വലുതാവുമ്പോൾ മാറും, ഒരു സംശയമില്ല. ഒരു കുസൃതി കളിക്കാത്തവർ ഒന്നും കൊള്ളാണ്ടിരിക്കും, പിന്നെ അങ്ങനെ തന്നെയായിരിക്കും. അത് കുട്ടികളാകുമ്പോൾ നല്ലോണം കുസൃതി വേണം, നല്ലോണം വികൃതി വേണം. അങ്ങനെ ഈ കുട്ടി എന്തൊക്കെയോ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, ഇതെന്തൊരു അന്തകനായി പോയി എനിക്ക് ജനിച്ചത്. ഇതാണ് വാക്ക് പറഞ്ഞത്, ഇതെന്തൊരു അന്തകനായി പോയി എന്നുള്ളത്. അന്ന് വൈകുന്നേരം ഈ കുട്ടി ഈ ഒരു ബസ് തട്ടി, ബസ്സിൻ്റെ പിൻചക്രം തലയിലൂടെ കയറി ഇറങ്ങി, അരഞ്ഞുപോയി. ദേഹത്തിനൊരു കേടുമില്ല, ദേഹം അതുപോലുള്ള ഒരു മുറിവ് പോലുമില്ല. തല എന്നൊരു സാധനം ഇല്ല. കാരണം ഒരു വലിയ ബസ് പിൻചക്രം കയറി അങ്ങോട്ട് ഇറങ്ങിയതാണ്. കഴുത്തിന് മുകളിൽ ഒരു സാധനമല്ല, പരന്നു പോയത്. ആ പറഞ്ഞ ദിവസം അതോടുകൂടി എൻ്റെ സമനില തെറ്റി. ഈ അമ്മ ഒരിക്കലും മകൻ മരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞത്. ഈ അമ്മ പറഞ്ഞത് കൊണ്ടല്ല മകൻ മരിച്ചത്, അതും പറയാമോ?
ആ കുട്ടിയുടെ പ്രാരബ്ധം കഴിഞ്ഞു, ആ കുട്ടി പോയി. പക്ഷേ സാന്ദർഭികമായി ഒത്തു വന്നുപോയി. ഒത്തു വന്നപ്പോഴോ ചിന്തിക്കുക, അമ്മയുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുക. കുറേ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഏതായാലും അവർ സമാധാനമായിട്ട് തിരിച്ചുപോയി. നിങ്ങൾ കരയരുത്, മകനെ സംബന്ധിച്ച് മകൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ ശപിച്ചു, ഇനി അവൻ്റെ ഗതിക്ക് നിങ്ങൾ മുടക്കമുണ്ടാക്കരുത്. കാരണം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അവന് സദ്ഗതി ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിൽ മരണം നടന്നാൽ നമ്മൾ കരഞ്ഞ് ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ അത് അവർക്ക് തടസ്സമാണ്. ഒരു ഉയർന്ന പഠനത്തിനോ ഉയർന്ന ജോലിക്കോ ഒരു കുട്ടി വീട് വിട്ട് പോകുമ്പോൾ അച്ഛനും അമ്മയും ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പോകാൻ വല്ല സന്തോഷം ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അപരാധമാണ്. അത് ചെയ്യരുത്. നാമം ജപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, പുരാണ പാരായണങ്ങൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. ഏതായാലും ഈ ഒരു അനുഭവം നമുക്കുണ്ട്. ഒരിക്കലും ഒരാളെയും ശപിക്കുന്ന പോലെ പറയരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിലുള്ള ശാപവചനങ്ങൾ നിരപരാധികളായ കുട്ടികളെ ബാധിക്കുമോ? ബാധിച്ചേക്കാം, അത്രേ പറയാൻ പറ്റും. കാരണം ഈ പറയുന്ന ആൾക്കും വേണമല്ലോ കുറച്ച് ശക്തി. ഒരു ധാർമ്മികതയില്ലാത്ത, വാക്ശക്തി ഇല്ലാത്ത ആൾ പറഞ്ഞ എന്ത് നടക്കാനാണ്? ഒന്നും നടക്കാൻ പോകില്ല. ഒരു ധാർമ്മികത അയാൾക്കില്ല, ഒരു ഉപാസനയില്ല, അയാളെ വാക്കിന് ഒരു വിലയില്ലാച്ച പിന്നെ എവിടെ ഭരിക്കാനാ? ഭരിക്കില്ല. എന്നാലും പറയരുത്. അത് മഹാദോഷമാണ്. ഒരിക്കലും മറ്റു ആൾക്കാരെ കൊണ്ട് ദോഷം പറയുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.